എല്ലാവർക്കും നമസ്കാരം. ടിൻ ഫ്ലെയിം ജേർണിയിൽ ആത്മാവിന്റെ ലയനം എന്താണെന്ന് ചോദിച്ചിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ മുന്നേയുള്ള വീഡിയോസിൽ പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവ് മനുഷ്യജന്മത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരുപാട് ജീവജാലങ്ങളായിട്ട് ഈ ഭൂമിയിൽ ജന്മം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതൊരൊറ്റ ആത്മാവായിരുന്നു. അതിനുശേഷം ഈ ഭൂമിയിലേക്ക് മനുഷ്യ ജന്മം എടുത്തു വരുന്നതിന് മുൻപ് ആ ആത്മതലങ്ങളിൽ വെച്ചിട്ടാണ് ഇതിനെ രണ്ടാക്കുന്നത്. രണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഈ ആത്മാവിനെ രണ്ടായിട്ട് കീറി മുറിക്കുന്നു എന്നുള്ളതല്ല. ഈ ആത്മാവെന്ന് പറഞ്ഞൊരു എനർജിയാണ്, ഒരു ലൈറ്റാണ്, ഒരു ഊർജമാണ്. ഈ ഊർജത്തെയാണ് സ്ത്രീ ഊർജവും പുരുഷ ഊർജവുമായിട്ട് വിഭജിക്കുന്നത്. അങ്ങനെ ഇത് രണ്ട് ശരീരങ്ങളിലായിട്ട് ഭൂമിയിലേക്ക് യാത്ര തുടങ്ങുന്നു. അപ്പോൾ ആദ്യത്തെ ജന്മങ്ങളിൽ ഇത് ഒരുമിച്ചായിരിക്കും ഭൂമിയിലേക്ക് വരുന്നത്. അപ്പൊ അവിടുന്ന് പോരുന്നതിന് മുൻപ് ഈ ഭൂമിയിലേക്ക് പോരുമ്പോ എല്ലാ തിരിച്ചറിവുണ്ട്. ഇതിന്റെ പോലെ വിഭജനം സംഭവിച്ചിട്ടുണ്ട്, ഞാനൊരു ആത്മാവാണ് എന്നൊക്കെ അറിയാം. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു കുട്ടിയുടെ ഓർമ്മ എത്ര 3-4 വയസ്സിലൊരു കുഞ്ഞിന്റെ ഓർമ്മ ഉറയ്ക്കാൻ തുടങ്ങും. അതായത് ഫിസിക്കൽ മൈൻഡ് ഉറച്ചു തുടങ്ങും. അപ്പൊ ആത്മാവിന്റെ ഓർമ്മകള് പതിയെ മങ്ങി തുടങ്ങും. പ്രത്യേകിച്ച് ആദ്യത്തെ ജന്മങ്ങളിൽ എന്നൊക്കെ പറയുന്നത് ആത്മാവിന് ഒട്ടും തിരിച്ചറിവുണ്ടാവില്ല. ജീവികളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിന് എത്രത്തോളം ആത്മീയ വളർച്ചയുണ്ട്, ആ ഒരു വളർച്ച, ആ ഒരു അറിവ് മാത്രമേ ആദ്യത്തെ മനുഷ്യജന്മങ്ങളിൽ ആത്മാവിനുണ്ടാകൂ. ഇവിടെ വന്ന് ആദ്യത്തെ ജന്മങ്ങളിൽ തന്നെ ഒരുപാട് ചെയ്തു കൂട്ടും. അതിനുശേഷം മരണപ്പെട്ട് വീണ്ടും ആത്മതലത്തിൽ ചെല്ലുന്നു. അതിനുശേഷം വീണ്ടും ഒരു ഗർഭപാത്രം തിരഞ്ഞെടുത്ത് ഭൂമിയിലേക്ക് വരുന്നു, വീണ്ടും മരണപ്പെട്ടു പോകുന്നു. അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനിടയ്ക്ക് പല പ്രാവശ്യം ആത്മീയങ്ങൾ തമ്മിൽ ഭൂമിയിൽ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം. ഇവര് ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരിക്കാം, പ്രണയിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴും ആ തിരിച്ചറിവുണ്ടാവില്ല. എന്തുകൊണ്ടാ? ആത്മാവിൽ അത്രത്തോളം അനുഭവങ്ങളുടെ ശുദ്ധത വന്നിട്ടില്ല. ആത്മീയകളാണ് തങ്ങളെന്ന് ഭൂമിയിൽ വെച്ച്, ഫിസിക്കൽ മൈൻഡ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ മായാഭൂമിയിൽ വെച്ച് തങ്ങൾ ആത്മീയകളാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ശുദ്ധത, അനുഭവങ്ങളുടെ ശുദ്ധത ആത്മാവിൽ അത്രത്തോളം വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം ഇവർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം തിരിച്ചറിയാൻ സാധിക്കില്ല. ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം ആത്മാവിന്റെ അനുഭവങ്ങളുടെ ശുദ്ധതയില്ല. കംപ്ലീറ്റ് ആയിട്ട് ശരീരബോധത്തിൽ നിന്നുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ ഒത്തിരി ജന്മങ്ങൾ എടുത്ത് ആ വൃദ്ധസ്ഥിതിയിലേക്ക് കടക്കും. അപ്പോഴും ആദ്യത്തെ ജന്മങ്ങളിൽ, വൃദ്ധസ്ഥിതിയുടെ ആദ്യത്തെ ജന്മങ്ങളിലൊന്നും ഇത് നടക്കില്ല. വൃദ്ധസ്ഥിതിയിൽ തന്നെ ഒത്തിരി ജന്മങ്ങൾ എടുക്കും. അതിനുശേഷമാണ് വൃദ്ധസ്ഥിതിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്താണ് കുട്ടിക്കാലം മുതല് ആ മിസ്സിങ് തുടങ്ങും. ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് കരയുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ എനിക്കറിയില്ല. എൻ്റെ അച്ഛനമ്മമാരായിട്ട് പോലും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അവർക്ക് എന്നോടും സാധിക്കുന്നില്ല. എൻ്റെ സഹോദരങ്ങളായിട്ട് ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അവർക്ക് എന്നോടും സാധിക്കുന്നില്ല. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളില്ല. ആത്മസുഹൃത്ത് പറയാൻ എനിക്ക് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. ഏതാൾക്കൂട്ടത്തിന് നടുവിൽ പോയാലും ഞാൻ ഒറ്റയ്ക്കാണ്. ചുറ്റും എന്തൊക്കെയോ നടക്കുന്നു, എനിക്കതൊന്നും അറിയില്ല. ഞാൻ ഇവിടെയുള്ള ഒരാളെ അല്ല, ഞാൻ വേറെ എവിടെ നിന്നോ വന്നതാണ്. അവിടെ എന്നെ സന്തോഷിപ്പിക്കുന്ന, എനിക്ക് പരിപൂർണത നൽകുന്ന ഒരു വ്യക്തിയോ ഒരു സാഹചര്യമോ ഉണ്ട്. എൻ്റേത് മാത്രമായ ഒരാളോ ഒരു സാഹചര്യമോ അവിടെ ഉണ്ട്. അവിടെയുള്ള ഒരാളാണ് ഞാൻ ഇവിടെയുള്ള ആളെ അല്ല. ബട്ട് വൈ? എന്തിന് ഞാനിവിടെ നിൽക്കുന്നു? അങ്ങനെ ഈ ജീവാത്മാവ് ഈ ശരീരത്തിലിരുന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയം, ഈ വൃത്തസ്ഥിതിയിലുള്ള ആത്മാവ് മറ്റ് ബേബി സോൾസിന്റെ ഒപ്പം ഈ ശരീരത്തിലിരുന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയം, പുറത്തൊരു വ്യക്തിയില് ആ പൂർണ്ണത കണ്ടെത്തുകയാണ്. അത് വേറൊരു വ്യക്തിയല്ല. ആ വ്യക്തിയെ കണ്ടുമുട്ടുന്ന സമയം, ഈ വ്യക്തി എനിക്ക് നന്നായി അറിയാലോ, ഇദ്ദേഹം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്, ഇദ്ദേഹത്തെ എനിക്ക് നന്നായിട്ടറിയാം, ഒരുപാട് നാളുകളായിട്ട് എനിക്കറിയാം. ചിലപ്പോൾ തോന്നും, ഞാൻ തന്നെയല്ലേ അദ്ദേഹം, ഞാൻ തന്നെയല്ലേ അദ്ദേഹം. അതുവരെ മറ്റെവിടെ നിന്നോ മറ്റാരിൽ നിന്നോ കിട്ടാത്ത സന്തോഷവും സമാധാനവും പരിപൂർണതയും ആത്മസംതൃപ്തിയുമാണ് ആ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ ഈ ജീവാത്മാവ് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ കണ്ണീരൊലിപ്പിച്ചത് ആർക്ക് വേണ്ടിയാ? അദ്ദേഹത്തെയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. ആ പൂർണ്ണത, എന്റെ പൂർണ്ണതയാണിത്. ആദ്യത്തെ ഘട്ടത്തിലാണ് തോന്നുന്നത്. ടിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്ത് ആദ്യത്തെ ഘട്ടത്തിൽ തോന്നുന്നതാണ് ഒരു ഹോംലി ഫീല്.
മറ്റെവിടെ നിന്നും മറ്റാരിൽ നിന്നും കിട്ടാത്ത സമ്പൂർണതയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ അനുഭവിച്ചറിയുന്നത്. ഈ അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കാം, മിണ്ടിയിട്ടില്ലായിരിക്കാം. എന്റെ കാലഘട്ടത്തിലേ ഉള്ള ആളായിരിക്കില്ല അദ്ദേഹം. ഞാൻ ജനിക്കുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം അദ്ദേഹം. എങ്കിൽ പോലും അതുവരെ മറ്റാരിൽ നിന്നും കിട്ടാത്ത സന്തോഷവും സമാധാനവും സംതൃപ്തിയും പരിപൂർണതയുമാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ അനുഭവിച്ചറിയുന്നത്. കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ണീരൊലിപ്പിച്ച് തേടി നടന്നത് അദ്ദേഹത്തെയാണ്. അതാണ് ആദ്യത്തെ ഘട്ടം ടിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യുന്നത്. പിന്നെയാണ് അദ്ദേഹം എന്നിൽ നിന്നും വിഭിന്നനല്ല, എൻ്റെ ഉള്ളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ആത്മചൈതന്യം തന്നെയാണ് അദ്ദേഹം. കുട്ടിക്കാലം മുതൽ ഞാൻ തേടി നടന്നത് എന്നെ തന്നെയാണ്. ആ എന്നെയാണ് അദ്ദേഹത്തിലൂടെ ഞാൻ കണ്ടെത്തിയത്. അത് അദ്ദേഹം എൻ്റെ ആത്മാവിൻ്റെ പങ്കാളിയായതുകൊണ്ടാണ്. അതുവരെ ഒരു വ്യക്തിക്കും എനിക്ക് എന്നെ പരിചയപ്പെടുത്തി തരാൻ സാധിച്ചില്ല. എൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ എന്നെ പരിചയപ്പെടുത്തി തരാൻ അതുവരെ ഒരു വ്യക്തിക്കും സാധിച്ചില്ല. എന്നാൽ എൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ എന്നെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അദ്ദേഹമാണ്. കാരണം അദ്ദേഹം എൻ്റെ ആത്മാവിൻ്റെ പങ്കാളിയാണ്. അദ്ദേഹത്തിന് മാത്രമേ അത് സാധിക്കൂ. അതാണ് ആ തിരിച്ചറിവെന്ന് പറയുന്നത്. അപ്പോഴാണ് പുറമേയുള്ള വ്യക്തിയെ, ഫിസിക്കൽ ബോഡിയിലുള്ള വ്യക്തിയെ വിട്ടിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിയാൻ നോക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ നമ്മൾ അറിയാൻ തുടങ്ങുന്നത് അപ്പോൾ മുതലാണ്. നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ നമ്മളും പുറമെ ആ വ്യക്തിയിലുള്ളതും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോ ഈ ടിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് നമ്മളെ അറിയാനാണ്. നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ നമ്മളെ അറിയാൻ വേണ്ടിയിട്ടുള്ള ജേർണിയാണിത്. ഉള്ളിൽ ആ ലയനം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ നമ്മളെ അറിഞ്ഞുകൊണ്ട് ആ ആത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജീവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ ആത്മാവ് ഈ ശരീരം കൊണ്ടുവന്നിട്ടുള്ളത്. ചുറ്റുമുള്ള ബന്ധങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഈ ആത്മാവ് തന്നെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കാൻ സൃഷ്ടിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിനെ മനസ്സിലാക്കാതെ മൈൻഡ് കൊണ്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും യൂണിയൻ എന്ന് പറയുന്നത് സംഭവിക്കില്ല. എന്ത് ടിൻ ഫ്ലെയിം ജേർണിയിലായാലും എന്ത് സ്പിരിച്വൽ ജേർണിയിലാണെന്ന് പറഞ്ഞാലും ആ യൂണിയൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ നമ്മളെ അറിഞ്ഞുകൊണ്ട് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മാവിന് ജീവിക്കാൻ സാധിക്കണം. അല്ലാത്ത പക്ഷം ആ യൂണിയൻ സംഭവിക്കില്ല. ഏത് ക്ഷേത്രത്തിൽ പോയും ഏത് പള്ളിയിൽ പോയും എത്ര വലിയ വഴിപാടും നേർച്ചയും പൂജകളും നടത്തിയാലും ഇതിന് ഒരു പരിഹാരമില്ല. ഇതിന് പരിഹാരം കാണാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ നിങ്ങൾക്ക്, ഈശ്വര ചൈതന്യമായ യഥാർത്ഥ നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ എങ്ങോട്ട് പോകണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുതെന്ന് കാണിച്ചു തരാൻ സാധിക്കൂ. നിങ്ങളുടെ ഈ ശരീരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചൈതന്യമാണ്. നിങ്ങൾ അതിനെയാണ് വിശ്വസിക്കേണ്ടത്, അല്ലാതെ പുറമേയുള്ള ഒരു വ്യക്തിയെ അല്ല. പുറമേയുള്ള ഒരു വ്യക്തിക്കും ഫിസിക്കൽ ബോഡിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും നിങ്ങളെ രക്ഷിക്കാനോ നിങ്ങൾക്ക് ലയനം സംഭവിപ്പിച്ചു തരാനോ സാധിക്കില്ല. നിങ്ങളെ രക്ഷിക്കാനും നിങ്ങൾക്ക് ലയനം സംഭവിപ്പിക്കാനും സാധിക്കുന്നത് കേവലം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്ന നിങ്ങളുടെ ആത്മചൈതന്യത്തിന് മാത്രമേ അത് സാധിക്കൂ. എങ്ങനെ ലയനം സംഭവിപ്പിക്കണമെന്ന് ചോദിച്ചാൽ അതിന് മെഡിറ്റേഷൻ ചെയ്യണം. സ്പിരിച്വൽ പ്രാക്ടീസ്, കേവലം മെഡിറ്റേഷൻ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ആത്മാവിനെ അറിയാൻ സാധിക്കൂ. ഒരു പ്രാർത്ഥന കൊണ്ടോ ഒരു പൂജ കൊണ്ടോ ഒരു വഴിപാട് കൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ അറിയാൻ സാധിക്കില്ല. നിങ്ങൾ ഈ ടിൻ ഫ്ലെയിം ജേർണിയിലേക്കും സ്പിരിച്വൽ ജേർണിയിലേക്കും വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ അറിയാനാണ് വന്നിരിക്കുന്നത്. പൂജയുടെയും വഴിപാടിന്റെയും ക്ഷേത്ര ദർശനത്തിന്റെയും പള്ളി ദർശനത്തിന്റെയും കുംഭസാരത്തിന്റെയും നിസ്കാരത്തിന്റെയും ഒക്കെ സമയം കഴിഞ്ഞു. ആ സമയം, അതായത് ഭക്തിമാർഗത്തിൽ നിന്ന് നിങ്ങളുടെ ആത്മാവ് പ്രമോട്ടായി ദിവ്യത്വമായ ദൈവസ്ഥിതിയിലേക്ക് ഉയരാൻ നിങ്ങളുടെ ആത്മാവ് യോഗ്യത നേടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്തത്. ആത്മാവിൽ അത്രത്തോളം അനുഭവങ്ങളുടെ ശുദ്ധത വന്നതുകൊണ്ടാണ്, ജന്മജന്മാന്തരങ്ങളായിട്ട് ആ അനുഭവങ്ങളുടെ ശുദ്ധത കൈവന്നത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം നിങ്ങളുടെ ആത്മാവ് ആ ദൈവത്വത്തിലേക്ക് ഉയരാൻ പ്രമോട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ നിങ്ങളെ അറിഞ്ഞ് അതിനനുസരിച്ച് ഈ ശരീരത്തിലൂടെ ജീവിക്കുക. ആ ആത്മാവാണ് ഈ ടിൻ ഫ്ലെയിം ജേർണിയും പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്.
അതുകൊണ്ട് ആ ലയനം എങ്ങനെ സംഭവിക്കണം അല്ലെങ്കിൽ സംഭവിപ്പിക്കണം എന്നുള്ളത് അതിനറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് വന്നാൽ കേവലം നിങ്ങളെ അറിയാൻ ശ്രമിക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ നിങ്ങളെ അറിയാൻ ശ്രമിക്കുക. അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് വന്നിട്ടുള്ളത്. പുറമെ ഫിസിക്കൽ ബോഡിയിലുള്ള ഒരു വ്യക്തികൾക്കും നിങ്ങളെ രക്ഷിക്കാനാവില്ല. പുറമെ ഫിസിക്കൽ ബോഡിയിലുള്ള ഒരു വ്യക്തികൾക്കും നിങ്ങളുടെ ഉള്ളിൽ ആ യൂണിയൻ സംഭവിപ്പിച്ച് തരാനാവില്ല. അത് സംഭവിപ്പിച്ച് തരാൻ സാധിക്കുന്നത് കേവലം നിങ്ങൾക്ക് മാത്രമാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ നിങ്ങൾക്ക് മാത്രം. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ നിങ്ങളെ അറിയാൻ ശ്രമിക്കുക. അതാണ് ആ യൂണിയൻ സംഭവിപ്പിച്ച് തരുന്നത്. ഈ ശരീരം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നതും ആ ആത്മാവാണ്. അതിനു ചുറ്റുമുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും സൃഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നതും ഈ ആത്മാവ് തന്നെയാണ്. അതിനുള്ള പരിഹാരവുമായിട്ടാണ് അത് ഈ ശരീരത്തിലൂടെ വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും വരുമ്പോഴും ഇവിടെ എന്ത് തീരുമാനം ഞാൻ എടുക്കണം എന്നുള്ളത് അതിന് മാത്രമേ അറിയൂ. അതിനെന്ത് ചെയ്യണം? ഫിസിക്കൽ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ട് ആത്മാവിനെ അറിയാൻ ശ്രമിക്കണം. അത് കാണിച്ചു തരും വഴി. നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള ഒരു ഇഷ്ടങ്ങളും മാറ്റിവെക്കേണ്ട. നിങ്ങളുടെ ആത്മാവിനെ അറിഞ്ഞു ജീവിക്കാൻ ഭൗതികതയിൽ നിങ്ങൾക്കുള്ള ഒരു ഇഷ്ടങ്ങളും നിങ്ങൾ മാറ്റിവെക്കേണ്ട. പക്ഷെ ഈ ആത്മാവിന് ഈ ശരീരത്തിലിരുന്ന് ജീവിക്കേണ്ടതിന് ചില നിയമങ്ങളുണ്ട്. ആത്മീയ നിയമങ്ങൾ, പ്രപഞ്ച നിയമങ്ങൾ, വിശ്വ നിയമങ്ങൾ. അതിനനുസരിച്ച് ജീവിക്കണം. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നിങ്ങളെപ്പോലുള്ള മറ്റൊരു വ്യക്തിക്കോ മറ്റൊരു ജീവിക്കോ പോലും ഒരു കഷ്ടവും ഉണ്ടാക്കാത്ത രീതിയിൽ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് ഈ ശരീരത്തിൽ ജീവിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമാണ് നീ നിന്റെ ആത്മാവിനെ അറിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം നിന്റെ ഇഷ്ടങ്ങൾ കാരണം ഒരു വ്യക്തിക്കോ ഒരു ജീവിക്കോ നീ കഷ്ടമുണ്ടാക്കുന്നു എങ്കിൽ നീ നിന്റെ ആത്മാവിനെ അറിഞ്ഞിട്ടില്ല. നീ ട്വിൻ ഫ്ലെയിം ജേർണിയിലും അല്ല. നീ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്താലും ആ യൂണിയൻ എന്ന് പറയുന്നത് അവിടെ സംഭവിക്കില്ല. ആ യൂണിയൻ സംഭവിക്കണമെങ്കിൽ നീ നിന്റെ ആത്മാവിനെ അറിഞ്ഞ് അതിൻ്റെ ഇഷ്ടത്തിന് ഈ ശരീരത്തിലൂടെ ജീവിക്കണം. ഈ ജന്മം കൊണ്ടുവന്നിട്ടുള്ള കർമ്മഘടങ്ങളെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കി ആ ഒരു സംതൃപ്തിയോടുകൂടി ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ആത്മാവിന് പോകാൻ സാധിക്കണം. ആ മരണം എന്ന് പറയുന്നത് സംഭവിക്കുമ്പോൾ. അല്ലാത്ത പക്ഷം വീണ്ടും 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 നീ ജന്മമെടുത്ത് ഈ ഭൂമിയിലേക്ക് വരണം. അപ്പോഴൊക്കെയും ഈ ജന്മത്തിൽ ബാലൻസ് വെച്ചിട്ടുള്ള കർമ്മഘടങ്ങളെയൊക്കെ തീർക്കാനായിട്ട് നീ സന്നദ്ധയായിട്ട് അല്ലെങ്കിൽ സന്നദ്ധനായിട്ട് വേണം ആ ശരീരത്തിലൂടെ വരാൻ. അതാണ് സത്യം. അപ്പൊ ആ യൂണിയൻ എങ്ങനെ എപ്പോൾ സംഭവിക്കണം, അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആത്മാവിന് മാത്രമാണ് അത് അറിയാവുന്നത്. ഇതുപോലെ ഗൈഡ് ചെയ്ത് തരാൻ കഴിയും ആർക്കെങ്കിലും. പക്ഷേ സഞ്ചരിക്കേണ്ടത് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അതാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ചെയ്യുന്നത്. നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗുരുവാണ് ട്വിൻ ഫ്ലെയിം. നിങ്ങളെ ആ മാർഗത്തിലേക്ക് എത്തിക്കും. നിന്റെ ഉള്ളിലുള്ള യഥാർത്ഥം നിന്നെ അറിയ് എന്നുള്ളത് ഉപദേശിച്ചു തരും. അതിനുള്ള മാർഗം കണക്ട് ചെയ്യിപ്പിച്ചു തരും ഏതെങ്കിലും വ്യക്തികളിലൂടെ. അത് ആചരിക്കേണ്ടത് നിങ്ങളാണ്. ആദ്യം നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ നിങ്ങളെ നിങ്ങൾ അറിയ്. അപ്പോൾ മാത്രമേ ആ യൂണിയൻ സംഭവിക്കൂ, ആ ലയനം എന്നുള്ളത് സംഭവിക്കൂ. അതിനുശേഷവും നിങ്ങളുടെ ആത്മാവിൽ ആഗ്രഹം ബാക്കിയുണ്ടെങ്കിൽ ആ ലയനം, ആ യൂണിയൻ സംഭവിച്ചതിന് ശേഷം, അതായത് ആ സത്യയുഗത്തില് എൻ്റെ ആത്മീയ പങ്കാളിക്കൊപ്പം ഈ ഭൂമിയിൽ വന്ന് ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും തുല്യതയിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കണം. എങ്ങനെ? ഞങ്ങൾ മുക്തി മോക്ഷത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് പൂർവ്വജന്മത്തിൽ, അതെങ്ങനെയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് എന്നുള്ള ഈ ആത്മീയ അറിവുകളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും തുല്യതയിൽ കൊണ്ടുപോയി ഒരൊറ്റ ജന്മം കൂടി ജീവിക്കാൻ സാധിക്കണം. അതിനായി ആ ഒരു ജന്മം സത്യയുഗത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വരണം. അങ്ങനെ വരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ജന്മം എന്ത് ചെയ്യണം? ഇപ്പോൾ എന്ത് ചെയ്യണം? അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ അറിയുക. ആ ആത്മാവ് കാണിച്ചു തരും എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത്. ഒരു 2 വർഷം മുമ്പ് ഞാൻ എൻ്റെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എന്നെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെയാണ്. അപ്പൊ ആ യൂണിയൻ എങ്ങനെ സംഭവിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ആത്മാവ് തന്നെ കാണിച്ചു തരും. അതിനെ അറിഞ്ഞ് ജീവിക്കുക. അതാണ് ആത്മീയത. അപ്പോൾ ആ യൂണിയൻ എങ്ങനെയാണ് സംഭവിക്കേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ആത്മാവിന് മാത്രമേ അറിയൂ. നിങ്ങളുടെ യൂണിയൻ എങ്ങനെ സംഭവിക്കണം, എപ്പോൾ സംഭവിക്കണം, ഏത് രീതിയിൽ സംഭവിക്കണം എന്നുള്ളത് അറിയാൻ സാധിക്കുന്നത് കേവലം നിങ്ങൾക്ക് മാത്രം. യഥാർത്ഥ നിങ്ങൾക്ക്, നിങ്ങളുടെ ശരീരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ നിങ്ങൾക്ക് മാത്രം. അപ്പൊ അതിനെ അറിഞ്ഞ് ജീവിക്കുക. അതാണ് ആത്മീയത. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.